നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. കേരളത്തിലെ സ്ത്രീകൾക്ക് 30,000 രൂപ വരെയുള്ള ധനസഹായം ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുപ്രായത്തിൽ തന്നെ വിധവകളാകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് അവരുടെ കുട്ടികളുടെ സംരക്ഷണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വളരെയധികം പ്രയാസം നേരിടേണ്ടി വരാറുണ്ട്. കുടുംബത്തിലെ ഇവർക്ക് നിലവിൽ വിധവാ പെൻഷൻ മാത്രമാണ് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഒറ്റത്തവണ ധനസഹായമായി 30,000 രൂപ നൽകുന്ന സഹായഹസ്തം എന്ന പദ്ധതി ആരംഭിച്ചത്. 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിയാണിത്. ഇത് കൂടാതെ മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരാണ് ഗുണഭോക്താക്കളായിട്ട് വരിക. അതുപോലെ തന്നെ സംരംഭം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ, അതായത് വനിതാ കൂട്ടായ്മയായി കുടുംബശ്രീ, വിധവാ സംഘം തുടങ്ങിയവയൊക്കെ നടത്താവുന്നതാണ്. ഒരു ജില്ലയിൽ നിന്നും 10 പേർക്കാണ് ധനസഹായം ലഭിക്കുക. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വയം സഹായ സംഘങ്ങൾ, വനിതാ കൂട്ടായ്മകൾ എന്നിവയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വിധവകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ മറ്റുള്ളവർ, പെൺകുട്ടികൾ മാത്രമുള്ളവർ എന്നിവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. സഹായഹസ്തം പദ്ധതി പ്രകാരം മുൻ വർഷം സഹായം ലഭിച്ചിട്ടുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. മുൻ വർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാതിരിക്കുന്ന അർഹരായ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിശദാംശങ്ങളും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.schemes.wcd.kerala.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്.